ബി.ജെ.പി. നേതാവ് കോൺഗ്രസിൽ ചേരുന്നതിൽ മുഖ്യമന്ത്രിക്ക് അസ്വസ്ഥത എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മന്ത്രിമാർ നിലപാടിൽ നിന്നും മലക്കം മറിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആദർശം എവിടെ പോയി എന്നും അദ്ദേഹം ചോദിച്ചു. മന്ത്രി എം.പി. രാജേഷ് കാപട്യത്തിന്റെ വക്താവാണ്. കേരളത്തിൽ മതപരമായി ഭിന്നിപ്പുണ്ടാക്കാൻ CPM ശ്രമിക്കുന്നു. അത് UDF അനുവദിക്കില്ല. വെറുപ്പിന്റെയും ജീർണതയുടെയും രാഷ്ട്രീയം വിട്ട് ഇനിയും ആളുകൾ കോൺഗ്രസിലേക്ക് വരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ബി.ജെ.പി. വിട്ട് ബി.ജെ.പിയുടെ മുഖവും ശബ്ദവുമായിരുന്ന ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ബി.ജെ.പിക്കാർക്കുണ്ടായതിനേക്കാൾ അസ്വസ്ഥത കേരളത്തിലെ CPM നേതാക്കളാണ്. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത? ഒരു ബി.ജെ.പി. നേതാവ് കോൺഗ്രസിൽ ചേർന്നെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ബി.ജെ.പിയിലേക്ക് ചേർന്നാൽ അതിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും കോൺഗ്രസിനെ പരിഹസിക്കുകയും ചെയ്യുമായിരുന്ന ആളുകൾ ബി.ജെ.പിയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചപ്പോൾ എന്തിനാണ് CPM നേതാക്കൾ അസ്വസ്ഥരാകുന്നത്? അയാൾ സത്യസന്ധനാണ്, മികച്ചവനാണ്, മിടുക്കനാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്തില്ല, അതുകൊണ്ട് ഇയാൾ വലിയ കുഴപ്പമാണെന്നാണ് പറയുന്നത്. ഈ മന്ത്രി MP രാജേഷിൻ്റെയൊക്കെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയല്ലേ? 3 ദിവസം മുമ്പല്ലേ പറഞ്ഞത് അയാൾ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്ദീപ് വാര്യർ വന്നാൽ സന്ദീപ് വാര്യരെ ഇരു കൈകളും നീട്ടി പാർട്ടിയിലേക്ക് സ്വീകരിക്കും എന്ന് പറഞ്ഞ MP രാജേഷ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നപ്പോൾ പറഞ്ഞത് വർഗീയതയുടെ കാളിയനാണെന്നാണ്. അപ്പോൾ CPM ചേർന്നിരുന്നെങ്കിലോ? CPM ചേരാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇങ്ങനെ ഈ മന്ത്രിമാരെല്ലാം ഇങ്ങനെ ഇത്രമാത്രം ഈ ഇഷ്ടിക ബുദ്ധിജീവികളായി അഭിനയിച്ച് ആളുകളുടെ മുന്നിൽ കാപട്യത്തിൻ്റെ വക്താക്കളായി മാറുകയാണ്. നിന്ന നിൽപ്പിലാണ് അഭിപ്രായം മാറുന്നത്. നിന്ന നിൽപ്പിൽ നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പേ അഭിപ്രായം മാറ്റി പറയുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ കാര്യം പറയുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഒരു സംഘപരിവാറുകാരനും ഒരു BJP-കാരനും വേറൊരു പാർട്ടിയിലേക്ക് പോകരുത്, അവരവിടെ തന്നെ നിൽക്കണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ CPM നേതാക്കന്മാരെ CPM-ൻ്റെ പ്രവർത്തകരെ കൊല ചെയ്യാൻ നേതൃത്വം RSS-ൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോയ RSS നേതാവിനെ ഈ പിണറായി വിജയൻ മാലയിട്ട് കണ്ണൂരിൽ സ്വീകരിച്ചല്ലോ. അപ്പോൾ എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ഈ ബാബറി മസ്ജിദിൻ്റെ രാഷ്ട്രീയവും ഈ മതേതര രാഷ്ട്രീയവും?